രാജ്യത്തെ കർഷകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വർഷം 6,000 രൂപ ധനസഹായം ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അഥവാ PM കിസാൻ പദ്ധതി അടുത്ത 5 വർഷത്തേക്കും തുടരുമെന്ന് കേന്ദ്ര മന്ത്രിസഭ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈ വാർത്ത ലക്ഷക്കണക്കിന് അല്ല, കോടിക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം ഈ പദ്ധതി എന്താണെന്ന് നോക്കാം. ചെറുകിടയും നാമമാത്രമായ ഭൂവുടമകളുമായ അർഹരായ കർഷകർക്ക് വർഷത്തിൽ 6,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് PM കിസാൻ. ഈ തുക ഒരുമിച്ച് നൽകുന്നില്ല. 2,000 രൂപ വീതം 3 ഗഡുക്കളായാണ് തുക നേരിട്ട് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT സംവിധാനത്തിലൂടെ എത്തുന്നത്. ഇടനിലക്കാരില്ല. അപേക്ഷ അംഗീകരിച്ചാൽ പണം നേരിട്ട് അക്കൗണ്ടിലെത്തും. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പ്രഖ്യാപനം അനുസരിച്ച് 2026 മുതൽ 2030-31 സാമ്പത്തിക വർഷം വരെയുള്ള 5 വർഷത്തേക്കാണ് പദ്ധതിക്ക് വീണ്ടും അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിനായി ഏകദേശം 3.15 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. രാജ്യത്തെ കർഷക സമൂഹത്തിന് തുടർന്നും സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഈ തീരുമാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പദ്ധതി ആരംഭിച്ചതു മുതൽ ഇതുവരെ 4.47 ലക്ഷം കോടി രൂപയിലധികം തുക രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി വിതരണം ചെയ്ത 23ാമത് ഗഡുവിലൂടെ മാത്രം 9.4 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് ഏകദേശം 18,880 കോടി രൂപ കൈമാറിയിരുന്നു. എന്നാൽ ഇവിടെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അടുത്ത ഗഡു ലഭിക്കണമെങ്കിൽ KYC നിർബന്ധമാണ്. കൂടാതെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ശരിയായി ബന്ധിപ്പിച്ചിരിക്കണം. അതുപോലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച് സ്ഥിരീകരിച്ചിരിക്കണമെന്നും കേന്ദ്ര സർക്കാർ വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ നടപടികൾ പൂർത്തിയാക്കാത്ത നിരവധി ഗുണഭോക്താക്കളുടെ ഗഡുക്കൾ ഇതിനു മുൻപും തടഞ്ഞുവെച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മുൻപ് പണം കിട്ടിയിരുന്നു, ഇനി സ്വയം വരും എന്ന് കരുതിയിരിക്കാതെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട്. അതോടൊപ്പം സർക്കാർ രാജ്യവ്യാപകമായി ഗുണഭോക്തൃ പട്ടിക വീണ്ടും പരിശോധിക്കുന്ന നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. അർഹതയില്ലാതെ ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തി ഒഴിവാക്കുന്നതിനാണ് ഈ പരിശോധന. അതിനാൽ ചിലരുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഇപ്പോഴും പദ്ധതിയുടെ ഗുണഭോക്താവാണോ? അടുത്ത ഗഡു ലഭിക്കുമോ? ബാങ്ക് വിവരങ്ങൾ ശരിയാണോ? KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ്. വെബ്സൈറ്റിൽ കയറിയ ശേഷം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ നൽകി നിലവിലെ സ്ഥിതി അറിയാൻ കഴിയും. അതുപോലെ ബെനിഫിഷ്യറി ലിസ്റ്റ് വഴി നിങ്ങളുടെ ഗ്രാമത്തിലോ പഞ്ചായത്തിലോ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ പട്ടികയും പരിശോധിക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വർഷം 6,000 രൂപ ലഭിക്കുന്ന പദ്ധതി അവസാനിക്കുന്നു എന്ന തരത്തിൽ പലപ്പോഴും സമൂഹ മാധ്യമത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഔദ്യോഗിക തീരുമാനം അനുസരിച്ച് പദ്ധതി അവസാനിക്കുന്നില്ല. മറിച്ച് അടുത്ത 5 വർഷത്തേക്കും കൂടെ തുടരുമെന്നാണ് കേന്ദ്ര മന്ത്രിസഭ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ PM കിസാൻ പദ്ധതിയുടെ ഗുണഭോക്താവാണെങ്കിൽ ഇന്ന് തന്നെ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ, ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, ഭൂമിയുടെ വിവരങ്ങൾ ശരിയാണോ എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പാക്കുക. ചെറിയൊരു അശ്രദ്ധ പോലും അടുത്ത 2,000 രൂപയുടെ ഗഡു നഷ്ടമാകാൻ കാരണമാകാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.